തേവലക്കരയിൽ തെരുവുനായ ശല്യം. വയോധികനെ നായ കടിച്ചു. തേവലക്കര അരിനല്ലൂർ സ്വദേശി നാണുവിനെയാണ് നായ കടിച്ചത്. തേവലക്കരയിൽ തെരുവുനായ ശല്യം വർദ്ധിച്ചു വരികയാണ്. തേവലക്കര ക്ഷേത്രത്തിന് സമീപം വയോധികനെ നായ കടിച്ചു. തേവലക്കര അരിനല്ലൂർ പടിഞ്ഞാറ് കളങ്ങര വടക്കതിൽ 75-കാരനായ നാണുവിനെയാണ് തെരുവുനായ കടിച്ചത്. ഈ ഭാഗങ്ങളിൽ തെരുവുനായ നിരവധി പേരെ നേരത്തെയും കടിച്ചിട്ടുണ്ട്. ഒരു മാസം മുമ്പ് നാണുവിനെ തെരുവുനായ കടിച്ചിരുന്നു. അമ്പലത്തിന് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേ ആ റോഡിൻ്റെ വടക്കേപ്പുറത്താണ് അവരുടെ ഗേറ്റ് ഇല്ലയോ, അതിൻ്റെ ഫ്രണ്ടിലാണ് കിടന്നത്. അത് പുറകെ കൂടെ വന്ന് കടിച്ച് ഞാൻ പോട്ടി എന്ന് പറഞ്ഞപ്പോൾ അത് പിന്നെ എതിർത്ത് നിൽക്കുക. പിന്നെ ഏതായാലും അതങ്ങ് കിഴക്കോട്ട് പോയി. ഇത്ര വേറെ ഒരുത്തരുമില്ലായിരുന്നു അവിടെ. അതിന് മുന്നേ ഉള്ളത് പിന്നെ ഈ ആഗസ്റ്റ് 3-ാം തീയതി അതിൻ്റെ ഇഞ്ചക്ഷൻ തീർന്നത്. അതും ആ പട്ടിക്കാരനാ കടിച്ചത്. രാത്രികാലങ്ങളിൽ വാഹനങ്ങളിൽ തെരുവുനായ്ക്കളെ തേവലക്കര പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും കൊണ്ടുവരുന്നതായി ആക്ഷേപമുണ്ട്. ഇതിനെതിരെ പഞ്ചായത്ത് ശക്തമായ നടപടി എടുക്കണമെന്നാണ് ആവശ്യം. തേവലക്കര ദേവീക്ഷേത്രത്തിന് കിഴക്ക് ഭാഗത്ത് 2 കിലോമീറ്ററോളം റോഡിന്റെ സൈഡിൽ കുറ്റിക്കാടുകൾ നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ മാലിന്യം തള്ളുന്ന സ്ഥിതിയുമുണ്ട്. ഇത് തെരുവുനായ്ക്കൾക്ക് ഭക്ഷണമാകുന്നത് തെരുവുനായ്കൾ പെരുകാൻ കാരണമാകുന്നുണ്ട്. ഇഴജന്തുക്കളുടെ ശല്യവും ഈ ഭാഗങ്ങളിലുണ്ട്. നമ്മുടെ തേവലക്കര അമ്പലത്തിന് തൊട്ട് താഴെ എന്ന് പറഞ്ഞാൽ 3-ാം വാർഡിൻ്റെ ഒരു അംഗൻവാടി ഇപ്പോൾ ഉണ്ട്. തൊട്ട് ചേർന്ന് കുറേ പട്ടികൾ അവിടെ കിടപ്പുണ്ട്. ആ ഒരു പട്ടി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഒരു പട്ടി ഉണ്ട്. അതിൽ മനുഷ്യൻ്റെ ചോര കണ്ട് അറപ്പ് കയറുന്നൊരു പട്ടിയാണ്. അതുകൊണ്ട് 160 അതാണ് നോക്കേണ്ടത്. 162 പേരെ ആ പട്ടി കടിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ പോലും ഈ പട്ടിയെ ഒന്ന് ആരെങ്കിലും അടിക്കാൻ ചെല്ലുന്ന തന്നെ പേടിയാണ്. കാരണം ഇന്ന് മൊബൈലും കൊണ്ട് ആൾക്കാരോട് ഫോട്ടോ എടുക്കാൻ നിൽപ്പുണ്ട്. അതുകൊണ്ട് ആരും അതിനെ തല്ലിക്കൊല്ലാനോ പിടിക്കാനോ വയ്ക്കുന്നില്ല. എനിക്ക് പറയാനുള്ളത്, സുപ്രീം കോടതിയുടെ ഓർഡർ വന്നിട്ടുണ്ട്, നമ്മുടെ സർക്കാരിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തേവലക്കര പഞ്ചായത്ത് സമക്ഷമാണ് ഇത് പറയാനുള്ളത്. തേവലക്കര പഞ്ചായത്ത് പഠിക്കൽ ഇതിനു മുമ്പും പരാതികൾ ശരിക്കും വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇപ്പം വെക്കുന്ന ഡിമാൻഡ് ദയവ് ചെയ്ത് കേൾക്കണം. വേറൊന്നുമല്ല, ഈ തേവലക്കര ഈ ഭാഗങ്ങളുള്ള പട്ടിശല്യം കൂടുതലാണ്. പട്ടിശല്യം എന്ന് പറഞ്ഞാൽ അപാര ശല്യമാണ്. അന്നേരം അതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തി പറ്റും. ഇപ്പം തന്നെ ഈ അച്ഛന് തൊഴിലുറപ്പ് തൊഴിലാളിയാണ്. ഞങ്ങളുടെ കളങ്ങര വടക്കേ പുറത്ത് താമസിക്കുന്ന വീട്ടിലാരുമില്ല. ഈ ഓണമായിട്ട് അദ്ദേഹം ഇപ്പം വീട്ടിലിരിപ്പോൾ പോയി. ഈ ഒരു പട്ടി തന്നെ കഴിഞ്ഞ ഒരു മാസം മുമ്പേ ഒരു റോഗം കടിച്ച്. ഇത് ഇന്നലെയും വീണ്ടും ആ പട്ടി കടിച്ചു. മനുഷ്യൻ്റെ പച്ചിറച്ചി വേവിച്ചിട്ട് കൊടുത്താൽ കഴിയുന്ന സാധനമാണ്. അന്നേരം എനിക്ക് പറയാനുള്ളത്, സുപ്രീം കോടതിയുടെ വിധി, സർക്കാരിൻ്റെ വിധിയും തേവലക്കര പഞ്ചായത്ത് നടപ്പിൽ കൊണ്ടുവരിക. അത് എത്രയും വേഗം ഈ പട്ടികളെ കാര്യങ്ങൾ തീരുമാനിക്കുക. ഇരുചക്ര വാഹന യാത്രികർ പലപ്പോഴും തെരുവുനായ്ക്കളുടെ ശല്യം മൂലം അപകടത്തിൽപ്പെടാറുമുണ്ട്. ന്യൂസ് ബ്യൂറോ, ചവറ.